ഞാനിപ്പോ നിക്കണ എന്റെ മുളക് ചെടികളുടെ അടുത്താണ്. അപ്പൊ വിവിധ തരത്തിലുള്ള മുളകുകളാണ് ഞാൻ ചട്ടികളിൽ നട്ടിട്ടുള്ളത്. കണ്ട, ഇതാണ് ഭാസ്കര മുളക്. കണ്ട, ഇതേപോലെ നീളത്തില് വെള്ള കളറിലായിരിക്കുള്ളൂ, മുകളിലോട്ട് നിക്കണ മുളകാണ് കേട്ടാ. പിന്നെ നമ്മുടെ ബജ്ജി മുളകാണ് ഇത്. കണ്ട, നമ്മ ബജ്ജിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കണ മുളകാണ്. അതെല്ലാം തന്നെ ചട്ടിയില നട്ടേക്കണ. കണ്ട, നല്ല വലിപ്പത്തിലുള്ള മുളകാണ്. പിന്നെ കണ്ടില്ലേ, നമ്മുടെ വയലറ്റ് ചുളുക്കുള്ള മുളക്, നെയ്മുളക് എന്നൊക്കെ പറയണ മുളകാണ്. ഇത് ഇഷ്ടം പോലെ കായ്ക്കണ ഒരു വെറൈറ്റി ആണ് കേട്ടോ. നമുക്ക് ചട്ടികളിലൊക്കെ നടാൻ പറ്റും. പിന്നെ ഇത് കാന്താരി തന്നെ വേറൊരു കളർ. കണ്ട, ഇളം വയലറ്റ് കളർ കാന്താരിയാണ്. ഉണ്ടായി വരുമ്പോ വെള്ള പോലെ തോന്നുമെങ്കിലും കണ്ട, ഈ കളറിലാണ് കാന്താരി മുളക് ഉണ്ടാവണത്. പിന്നെ ഇത് കണ്ട, ഇതൊരു പൂ പോലെ ഇരിക്കണ ഒരു മുളകാണ്. നല്ല മുളക് തന്നെയാണ്. കണ്ട, ഇതേപോലെ നല്ല വൈറ്റ് കളറിൽ നല്ല ചുളുക്കണ്ട മുകളിലോട്ട് നിൽക്കുന്ന നല്ല മുളകാണിത്. നന്നായിട്ട് തന്നെ കായ്ക്കണ ഒരു മുളക് തന്നെയാണ്. പിന്നെ നമ്മുടെ വയലറ്റ് കാന്താരി ഉണ്ട്, നെയ്മുളക് ഉണ്ട്. പിന്നെ കണ്ട, ജിമിക്ക് കമ്മല് മുളകുണ്ട്, പിന്നെ സിറാമുളക് ഉണ്ട്, ബുള്ളറ്റ് മുളക് ഉണ്ട്. കണ്ട, ഇത് ബുള്ളറ്റ് മുളകൊക്കെ കായ്ച്ചു വന്നതാണ്. ഇത് വെള്ള നമ്മുടെ നാടൻ വലിയ കാന്താരിയില്ലേ, ആ മുളകാണിട്ടത്. അതാണ് ഈ മുളക്. പിന്നെ കണ്ട, ഇത് ഭാസ്കര മുളക് തന്നെയാണ്. ഇത് നമ്മുടെ ഹൈബ്രിഡ് കാന്താരി, പച്ചക്കാന്താരി ഹൈബ്രിഡ്. ഇത് കുറച്ച് വലിപ്പമുള്ള മുളകുകളായിരിക്കുള്ളൂ, ഇഷ്ടം പോലെ കായ്ക്കും. കണ്ട, നല്ല എരിവാണിട്ട, നല്ല ടേസ്റ്റുമാണ് ആ മുളകിന്. പിന്നെ ഇത് നമ്മുടെ ചെറിയ കാന്താരി. അപ്പൊ ചെറിയ കാന്താരിക്കാണ് ഏറ്റവും ഗുണം കൂടുതൽ, ഏറ്റവും വലിപ്പം കുറഞ്ഞ. കണ്ട, അതാണ് ചെറിയ കാന്താരി മുളക്, നമ്മുടെ ഒറിജിനൽ കാന്താരി മുളക്. അപ്പൊ ഇതൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് കായ്ച്ചിട്ടും. അത് കൂടാണ്ട് നമ്മ കണ്ട, ഇതൊക്കെ പലതരത്തിലുള്ള മുളകുകളൊക്കെ തന്നെയാണ്. പിന്നെ നമ്മ ഒരുപാട് സിറാമുളകിന്റെ തൈകളും ബുള്ളറ്റ് മുളകിന്റെ തൈകളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാം പൂട്ട് തുടങ്ങിയിട്ടുണ്ട്, ഒരുമിക്കതും കായ്ച്ചും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മുളകുകൾ എന്നൊക്കെ പറഞ്ഞ എല്ലാവരും അടുക്കളത്തോട്ടത്തിൽ നടാൻ ഇഷ്ടപ്പെടണ ഒരു ഇതാണ് മുളകിന്റെ ഇനങ്ങൾ എന്ന് വെച്ചാൽ. എത്രത്തോളം വെറൈറ്റി സംഘടിപ്പിക്കാൻ പറ്റും അത്രത്തോളം ആളുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം ഇത് കാണാനും നല്ല ഭംഗിയാണ്. നമ്മുടെ വീട്ടിൽ കറിയിൽ ഉപയോഗിച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ് ഈ മുളകുകളൊക്കെ. അപ്പൊ മുളകുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അധികം അങ്ങോട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം ഇല്ലെങ്കിലും കുറഞ്ഞ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം മതി. പിന്നെ നമുക്ക് ചട്ടികളിലൊക്കെ ഇതേപോലെ നട്ടിട്ട് നമുക്ക് പരിചരിക്കാനൊക്കെ എളുപ്പമാണ്. വീട്ടിൽ നമ്മ പൈസ കൊടുത്ത് വളം മേടിക്കണ്ട, വീട്ടിൽ അടുക്കള വേസ്റ്റ് ഒക്കെ തന്നെ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ മുളക് കൃഷി ചെയ്യുകയും ചെയ്യാം. പിന്നെ നമുക്ക് വേനൽക്കാലത്താകുമ്പോ നമ്മ നന്നായിട്ട് നനച്ചു കൊടുത്താൽ മതി. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ട. പിന്നെ മുളക് കൃഷി ഇപ്പൊ പൊതുവെ എല്ലാവർക്കും അറിയും, മുരടിപ്പും വൈറസ് രോഗങ്ങളൊക്കെ കൂടുതലാണ് മുളകിനങ്ങൾക്ക്. അപ്പൊ നമ്മ അതിനെയൊക്കെ